Hello everyone, welcome back to my channel. Third semester English Grammar and Usageലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 5th ചാപ്റ്റർ മൂഡ് ആൻഡ് മൊഡാലിറ്റി എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 1 ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോ. അതിൽ നമ്മൾ വിൽ എന്നുള്ളത് വരെയാണ് പറഞ്ഞു നിർത്തിയത്. ഇനി വുഡാണ് പറയാൻ പോകുന്നത്. വുഡ് യൂസ് ചെയ്യുന്നത് റിക്വസ്റ്റുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിൽ എന്നുള്ള വേർഡിന് പകരം നമ്മൾ വുഡ് എന്ന് യൂസ് ചെയ്യുമ്പോൾ സാധാരണ റിക്വസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യാറുള്ളത്. അതിന് പകരം വുഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ റിക്വസ്റ്റ് ഒന്നുകൂടി പൊളൈറ്റായിട്ട് മാറും. അങ്ങനെ പൊളൈറ്റ് റിക്വസ്റ്റ് മേക്ക് ചെയ്യാനാണ് നമ്മൾ സാധാരണ വുഡ് യൂസ് ചെയ്യാറുള്ളത്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ വുഡ് യു ബ്രിങ് മീ സം വാട്ടർ പ്ലീസ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വേണമെങ്കിൽ വിൽ യു ബ്രിങ് മീ സം വാട്ടർ പ്ലീസ് എന്നും പറയാൻ പറ്റും. പക്ഷേ ഇവിടെ വുഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതൊന്നും കൂടി ഒരു പൊളൈറ്റ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആയിട്ട് മാറി. അതുപോലെ വുഡ് യു ലൈക്ക് ടു കം ടു മൈ ഹൗസ് എന്നുള്ളതും വേറൊരു എക്സാമ്പിളാണ്. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ എല്ലാ ഒരു മോഡൽ വെർബിനും വരുന്നത് പോലെ തന്നെ നമ്മൾ ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസാണ് കുഡ് എന്ന് പഠിച്ചു. മേയുടെ പാസ്റ്റ് ടെൻസാണ് മൈറ്റ്. അതുപോലെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ടും വുഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വുഡ് ക്യാൻ ഫങ്ഷൻ ആസ് ദ പാസ്റ്റ് ടെൻസ് ഓഫ് വിൽ ഇൻ റിപ്പോർട്ടഡ് ക്ലോസ്. റിപ്പോർട്ടഡ് ക്ലോസിൽ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളാണ് ഐ ന്യൂ ദാറ്റ് വുഡ് കോസ് എ കമോഷൻ. അതാണ് അതിൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്തത് ഷോളും ഷുഡുമാണ്. ഷാൾ എന്താണെന്ന് ആദ്യം നോക്കാം. ഷാള് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫേഴ്സും സജഷൻസും പറയാൻ വേണ്ടിയിട്ടാണ്. ഷാളിൻ്റെ കൂടെ എപ്പോഴും ഫസ്റ്റ് പേഴ്സൺ ആയിരിക്കും വരിക. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഷാൾ ഐ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്, അതൊരു ഓഫറിനുള്ള എക്സാമ്പിളാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഐ എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ ആണ്. അടുത്ത എക്സാമ്പിൾ ഷാൾ വി ബിഗിൻ ഡിന്നർ, അതൊരു സജഷനാണ്. പക്ഷേ ഇവിടെ വന്നിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള വി എന്നുള്ളതാണ്. അതുപോലെ ഷാൾ ഐ കോൾ യു ഓൺ യുവർ മൊബൈൽ, അതും ഒരു സജഷനാണ്. ഇത്തരത്തിൽ ഓഫേഴ്സ് അല്ലെങ്കിൽ സജഷന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാൾ യൂസ് ചെയ്യുക. ഇനി ഷാളിൻ്റെ സെക്കൻഡ് യൂസ് എന്താണെന്ന് വെച്ചാൽ തേർഡ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും യൂസ് ചെയ്തിട്ട് പ്രോപ്പർ പോസിബിലിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. ഹി ഷാൾ മീറ്റ് മീ ഇൻ ദ ഈവനിങ്, യു ഷാൾ റീച്ച് ദർ ബൈ ആഫ്റ്റർനൂൺ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ സെക്കൻഡ് പേഴ്സണ് അല്ലെങ്കിൽ തേർഡ് പേഴ്സണാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ ഹി ഷാൾ മീറ്റ് മീ ഇൻ ദ ഈവനിങ് ആണ്. അടുത്ത സെൻറ്റൻസിൽ യു ഷാൾ റീച്ച് ദർ ബൈ ആഫ്റ്റർനൂൺ. അപ്പോൾ ഇതിലും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും യൂസ് ചെയ്തിട്ട് ഒരു പോസിബിലിറ്റിയാണ്. അവൻ എന്നെ ഈവനിങ്ങിൽ കാണും, അല്ലെങ്കിൽ യു ഷാൾ റീച്ച് ദർ ബൈ ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ നീ ആഫ്റ്റർനൂണ് അവിടെ എത്തിച്ചേരും. അപ്പോൾ അതൊരു പോസിബിലിറ്റിനെയാണ് കാണിക്കുന്നത്. ഷാളിൻ്റെ തേർഡ് യൂസേജ് എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾസ് നോക്കാം. ഹി ഷാൾ ഗോ അറ്റ് വൺസ്, ഷീ ഷാൾ ഡു വാട്ട് ഐ സേ, ഹി ഷാൾ ക്യാരി ഔട്ട് മൈ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഷാൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മൂന്ന് സെൻറ്റൻസുകളും ഒരു കമാൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ പോകണം, അവൻ ഇപ്പോൾ പോകണം, അതുപോലെ അവൾ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം, അവൻ ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ക്യാരി ചെയ്യണം. മൂന്നും ഒരു കമാൻഡാണ്. ഇത്തരത്തിൽ കമാൻഡ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്യൂച്ചർ ആക്ഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാനും നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. അതാണ് ഫോർത്ത് യൂസേജ്. ഷാൾ ഈസ് ഓൾസോ യൂസ്ഡ് ടു ഡിനോട്ട് എ ഫ്യൂച്ചർ ആക്ഷൻ, ഒരു ഫ്യൂച്ചർ ആക്ഷൻ കാണിക്കാൻ. എക്സാമ്പിൾ നോക്കാം. ഐ ഷാൾ ബി പ്രസൻറ്റ് ദർ ബൈ 6 PM. ഈ അടുത്ത യൂസേജ് ഷാൾ ഈസ് ഓൾസോ യൂസ്ഡ് ടു എക്സ്പ്രസ് വോളണ്ടിയറിങ് ആൻഡ് പ്രോമിസിങ്. നമ്മൾ ഓരോ കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് വോളണ്ടിയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുമ്പോഴോ ഷാൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് ഐ ഷാൾ ടേക്ക് കെയർ ഓഫ് യുവർ ട്രാവൽ എക്സ്പെൻസസ്, നിൻ്റെ ട്രാവൽ എക്സ്പെൻസസ് ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വോളണ്ടിയർ ചെയ്യുന്നതാണ്. അത്തരത്തിൽ വോളണ്ടിയർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്യുമ്പോഴോ നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത യൂസേജ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഷാൾ ഐ റീച്ച് ചെന്നൈ ടുമോറോ മോർണിംഗ് ഇഫ് ഐ ഗോ ബൈ ദിസ് ട്രെയിൻ. ഈ ഒരു ട്രെയിനിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ ചെന്നൈയിൽ എത്തിച്ചേരുമോ? അടുത്ത ക്വസ്റ്റ്യൻ വെൻ ഷാൾ വി നോ ദ റിസൾട്ട് ഓഫ് ദ എക്സാമിനേഷൻ. എക്സാമിൻ്റെ റിസൾട്ട് എപ്പോഴാണ് വരിക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനും നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. ഇനി അതേപോലെ ഷാൾ ഈസ് ഓൾസോ യൂസ്ഡ് ടു ആസ്ക് ദ വിൽ ഓർ ഡിസയർ ഓഫ് ദ പേഴ്സൺ അഡ്രസ്ഡ്. നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയുടെ ആഗ്രഹം, ആ ഒരു വ്യക്തിയുടെ വിൽ എന്താണെന്ന് അറിയാനും നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്.
അതൊരു സജഷനായിട്ടും നമുക്ക് പറയാൻ, ഈ ഒരു സെൻറ്റൻസ് എക്സാമ്പിൾ കൊടുത്തുള്ള സെൻറ്റൻസ് ഒരു സജഷനായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷാൾ വി ഗോ ടു ദ ബീച്ച്, നമുക്ക് ബീച്ചിലേക്ക് പോയാലോ, അല്ലെങ്കിൽ ഷാൾ ഐ ക്ലോസ് ദ വിൻഡോ, ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യട്ടെ. ഇതൊരു സജഷനായിട്ടും നമുക്ക് കണക്കാക്കാം. അല്ലെങ്കിൽ ആ സംസാരിക്കുന്ന വ്യക്തിയുടെ വില്ലിനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഡിസയറിനെ ചോദിക്കുന്ന ക്വസ്റ്റ്യനായിട്ടും നമുക്ക് കണക്കാക്കാം. ഇനി ഷാളിൻ്റെ ലാസ്റ്റ് യൂസേജ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ടാഗിലാണ്. ക്വസ്റ്റ്യൻ ടാഗിൽ ഇതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ, അതിന് ഷാൾ വി. അടുത്തത് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷാൾ വി. അപ്പോൾ ഇതിൽ ലെറ്റ്സ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് എന്നുള്ളത് ലെറ്റ് അസ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഇത്തരത്തിൽ പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോഴാണ് ഷാൾ വി, ഷാളിൻ്റെ രൂപം നമ്മൾ ക്വസ്റ്റ്യൻ ടാഗായിട്ട് യൂസ് ചെയ്യാം. അടുത്ത സെൻറ്റൻസിലും ലെറ്റ്സ് എന്ന് തന്നെയാണ് വന്നിട്ടുള്ളത്. ലെറ്റ്സ് എന്നുള്ളത് ലെറ്റസ് എന്നുള്ളതിൻ്റെ കോൺട്രാക്റ്റ് ഫോമാണ്. അതുകൊണ്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് നമ്മൾ ഷാൾ വി എന്നുള്ളത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് നമ്മൾ ഷാൾ വി യൂസ് ചെയ്യാറുണ്ട്. ഇനി ഷാളിൻ്റെ കോൺട്രാക്റ്റഡ് ഫോം നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ നമ്മൾ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഡബിൾ എല്ലായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും ഷാൾ എന്ന് തന്നെയാണ് വായിക്കുക. അതുപോലെ ഷാൾ നോട്ട് എന്നുള്ളതിനെ കോൺട്രാക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഷാണ്ട് എന്നാണ് എഴുതുക. ഇനി ഷുഡ് യൂസ് ചെയ്യുന്നത് ടു ഇൻഡിക്കേറ്റ് വാട്ട് ദ സ്പീക്കർ കൺസിഡേഴ്സ് ടു ബി ദ ഐഡിയൽ ഓർ ഡിസൈർഡ് സ്റ്റേറ്റ് ഓഫ് അഫെയേഴ്സ്. ആ ഒരു വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങൾ, അയാളുടെ ചിന്തയിൽ കൂടെ ഒരു കാര്യം എങ്ങനെയായിരിക്കും എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. ആ ഒരു കാര്യം എക്സാക്റ്റ് ആയിട്ട് അതുപോലെ ആയിക്കൊള്ളുന്നില്ല, പക്ഷെ അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം പറയുമ്പോൾ. അത് എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നുകൂടി മനസ്സിലാവും. ഷീ ഷുഡ് ബി വെയറിങ് എ മാസ്ക് വൈൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് അയാളൊരു മാസ്ക് ധരിച്ചിരിക്കണം. അപ്പോൾ അത് ആ വ്യക്തി മാസ്ക് ധരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, ധരിച്ചിട്ടുണ്ടാവണം എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അടുത്ത സെൻറ്റൻസ്, ദ ചീഫ് ഗസ്റ്റ് ഷുഡ് ഹാവ് ബീൻ ഹിയർ അറ്റ് 10 ബട്ട് ഹീ ഈസ് നോട്ട് ഹിയർ യെറ്റ്. 10 മണിക്ക് ഇവിടെ എത്തിച്ചേരും, ചീഫ് ഗസ്റ്റ് എത്തിച്ചേരണമായിരുന്നു, പക്ഷേ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ഇൻഡിക്കേറ്റ് വാട്ട് ദ സ്പീക്കർ കൺസിഡേഴ്സ് ടു ബി ദ ഐഡിയൽ ഓർ ഡിസൈർഡ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ്. അത് അങ്ങനെ ആയിരിക്കണം എന്ന ഒരു വ്യക്തി വിചാരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ. ഇനി അടുത്ത യൂസേജ് ഡ്യൂട്ടി അല്ലെങ്കിൽ നീഡ് അല്ലെങ്കിൽ ഒബ്ലിഗേഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാൾ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പോൾ അതൊരു നീഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് വി ഷുഡ് റെസ്പെക്റ്റ് എൽഡേഴ്സ്, അതെന്താണ്? അത് നമ്മുടെ ഒബ്ലിഗേഷനാണ്. ദെൻ അടുത്തത് ദേ ഷുഡ് വർക്ക് ഹാർഡ് ഫോർ ദ എക്സാമിന് നന്നായിട്ട് വർക്ക് ചെയ്യണം, അത് നമ്മളുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ഡ്യൂട്ടി, നീഡ്, ഒബ്ലിഗേഷൻ ഒക്കെ വരുന്ന സെൻറ്റൻസുകൾ നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത യൂസേജ് പ്രോബബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഹീ ഷുഡ് റീച്ച് ഹിസ് ഓഫീസ് നൗ, അവൻ്റെ ഓഫീസിൽ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കാം, അതൊരു പ്രോബബിലിറ്റിയാണ്. ഇനി അടുത്ത യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആൾക്ക് അഡ്വൈസ് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ സജഷൻസ് കൊടുക്കുമ്പോഴോ നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ യു ഷുഡ് നോട്ട് ലീവ് ദ ഡോർ ഓപ്പൺ, ഡോറ് തുറന്ന് വെക്കരുത്. അടുത്ത സെൻറ്റൻസ് യു ഷുഡ് ടെൽ ഹിം സ്ട്രെയിറ്റ് വാട്ട് യു തിങ്ക്, നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് ആ ഒരു വ്യക്തിയോട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയണം. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളും അഡ്വൈസ് അല്ലെങ്കിൽ സജഷൻ എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അഡ്വൈസ് കൊടുക്കാനോ അല്ലെങ്കിൽ സജഷനോ കൊടുക്കാനോ നമ്മൾ ഷുഡ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അതുപോലെ ഷുഡിനെ ഇംഗ്ലീഷിൽ നമ്മൾ എഴുതുമ്പോൾ കോൺട്രാക്റ്റ് ചെയ്തിട്ട് എഴുതുമ്പോൾ ആ ഒരു വേർഡിൻ്റെ കൂടെ ഷുഡ് ചേർക്കുമ്പോൾ അതിൻ്റെ കൂടെ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഡി എഴുതുകയാണ് ചെയ്യുക. അതുപോലെ ഷുഡ് നോട്ടിനെ കോൺട്രാക്റ്റ് ചെയ്ത് എഴുതുമ്പോൾ ഷുഡിൻറ്റ് എന്നാണ് എഴുതുക. ഇനി അതുപോലെ ഐ ഷുഡ് ലൈക്ക് എന്നുള്ള സെൻറ്റൻസ് ആണെങ്കിൽ ഐ എന്നിട്ടതിന് ശേഷം അപ്പോസ്ട്രോഫി ഇട്ടിട്ട് ഡി എഴുതിയിട്ട് ലൈക്ക് എന്നാണ് എഴുതുക. പക്ഷെ അത് വായിക്കുമ്പോൾ ഐ ഷുഡ് ലൈക്ക് എന്നാണ് വായിക്കുക. ഇനി നോക്കാൻ പോകുന്നത് മസ്റ്റ് എന്നുള്ളതിൻ്റെ യൂസേജാണ്. മസ്റ്റ് ഈസ് യൂസ്ഡ് ടു സ്പെക്കുലേറ്റ് അബൌട്ട് ട്രൂത്ത് ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ ട്രൂത്ത് എന്താണെന്ന് നമ്മൾ ഊഹിച്ച് പറയുമ്പോൾ കറക്റ്റായിട്ട് അത് അങ്ങനെ ആയിരിക്കണം എന്നില്ല. നമ്മൾ ഊഹിച്ച് പറയുമ്പോഴാണ്, സ്പെക്കുലേറ്റ് ചെയ്ത് പറയുമ്പോഴാണ് മസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുക. അതാണ് മസ്റ്റിൻ്റെ ഫസ്റ്റ് യൂസേജ്. എക്സാമ്പിളായിട്ട് ഷീ മസ്റ്റ് ബി മാഡ്, അവൾക്ക് ഭ്രാന്തായിരിക്കും. യു മസ്റ്റ് ബി ജോക്കിങ്, നീ തമാശ പറയുകയായിരിക്കും. അല്ലെങ്കിൽ ദർ മസ്റ്റ് ബി സം ട്രൂത്ത് ഇൻ ഇറ്റ്, അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പെക്കുലേറ്റ് ചെയ്ത് പറയുന്നതാണ്.
ആക്ച്വൽ ട്രൂത്ത് അല്ല, പക്ഷെ ട്രൂത്ത് അങ്ങനെ ആയിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ സ്പെക്യുലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. അങ്ങനെ സ്പെക്യുലേറ്റ് ചെയ്ത് പറയാൻ വേണ്ടി നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് യൂസ്ഡ് ഫോർ എക്സ്പ്രസിങ് ഒബ്ലിഗേഷൻ. ഒരു വ്യക്തിയുടെ ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഐ മസ്റ്റ് റിമെമ്പർ ടു കാൾ ഹെർ ഓൺ ഹെർ ബർത്ത്ഡേ. അവരുടെ ബർത്ത്ഡേക്ക് ഞാൻ അവളെ വിളിക്കാനായിട്ട് ഓർമ്മിച്ചിരിക്കണം. അതെൻ്റെ ഒരു ഒബ്ലിഗേഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒബ്ലിഗേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത എക്സാമ്പിൾ ഐ മസ്റ്റ് ഫിനിഷ് ദിസ് വർക്ക് ടുഡേ. ഈ ഒരു വർക്ക് ഇന്ന് ഞാൻ ഫിനിഷ് ചെയ്യണം. തേർഡ് യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളൈറ്റ് ഇൻവിറ്റേഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്, ഒരു വ്യക്തിനെ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പൊളൈറ്റായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ യു മസ്റ്റ് കം അലോങ് ആൻഡ് ഹാവ് ഡിന്നർ വിത്ത് അസ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഡിന്നർ കഴിക്കണം. അതൊരു പൊളൈറ്റായിട്ടുള്ള ഇൻവിറ്റേഷനാണ്. അടുത്ത യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെർട്ടൈൻ റൂളുകൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ആൾ പാസഞ്ചേഴ്സ് മസ്റ്റ് ഹാവ് എ ട്രാവലിംഗ് ടിക്കറ്റ്. അപ്പോൾ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്ന എല്ലാ പാസഞ്ചേഴ്സിനും നിർബന്ധമായിട്ടും ഒരു ട്രാവലിംഗ് ടിക്കറ്റ് വേണം. അതൊരു റൂളാണ്. ഇത്തരത്തിലൊരു റൂള് പറയാൻ. വേറെ എക്സാമ്പിൾ ഓൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് എ വാലിഡ് ID കാർഡ്. എല്ലാ ഒരു കാൻഡിഡേറ്റിനും വാലിഡ് ആയിട്ടുള്ള ഒരു ID കാർഡ് വേണം. അതും എന്താണ്, ഒരു റൂളാണ്. അപ്പോൾ സെർട്ടൈൻ റൂള് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്ത യൂസേജ് പ്രോഹിബിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത് തടയുന്നത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ യു മസ്റ്റ്ന്റ് സ്മോക്ക് ഹിയർ. നിങ്ങളിവിടെ പുകവലിക്കാനായിട്ട് പാടില്ല. അതൊരു മസ്റ്റിൻ്റെ നെഗറ്റീവ് ഫോമാണ്. മസ്റ്റ് നോട്ട് എന്നുള്ളതാണ് മസ്റ്റിൻ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ മൊബൈൽ ഫോൺ മസ്റ്റ് ബി സ്വിച്ച്ഡ് ഓഫ് ബിഫോർ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ്. മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മൊബൈൽ ഫോൺസ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. അവിടെ നമ്മൾ പറയുന്നതും ഒരു പ്രോഹിബിഷനാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പ്രോഹിബിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് മസ്റ്റ് നമ്മൾ അതിൻ്റെ നെഗറ്റീവ് സെൻസിൽ യൂസ് ചെയ്യുന്ന ഫോമാണ് മസ്റ്റിൻ്റെ. അതെന്ന് മസ്റ്റിൻ്റെ എന്ന് വായിക്കില്ല, മസ്റ്റിൻ്റെ എന്നാണ് വായിക്കുക. അതുപോലെ ഫോർമൽ ഇംഗ്ലീഷിലും ഇൻഫോർമൽ ഇംഗ്ലീഷിലും മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. മസ്റ്റിൻ്റെ അടുത്ത യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് അഡ്വൈസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ റെക്കമെൻഡ് ചെയ്യുമ്പോഴോ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഇഫ് യു ഗോ ടു ആഗ്ര യു മസ്റ്റ് സീ ദ താജ്മഹൽ. അതൊരു റെക്കമെൻഡേഷനാണ്. നിങ്ങൾ ആഗ്രയിലേക്ക് പോവുകയാണെങ്കിൽ താജ്മഹൽ എന്തായാലും കാണണം. ഇനി അടുത്ത എക്സാമ്പിൾ യു മസ്റ്റ് സീ ദിസ് മൂവി, ഇറ്റ്സ് അമേസിങ്. ഈ ഒരു മൂവി നിങ്ങൾ കാണണം, അത് നല്ല അമേസിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അപ്പോൾ ഒരു റെക്കമെൻഡേഷനോ അല്ലെങ്കിൽ ഒരു സജഷനോ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഡിഡക്ഷൻസ് പറയാൻ വേണ്ടി നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ദേ മസ്റ്റ് ബി വെരി റിച്ച്, ദേ ലീവ് ഇൻ എ 2 ഹ്യൂജ് മാൻഷൻ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഡിഡക്ഷനാണ്. ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ അനുമാനം. ഇത്തരത്തിൽ അനുമാനങ്ങൾ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഊഹം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അനുമാനങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റ് യൂസ് ചെയ്യാറുണ്ട്. അതങ്ങനെ കറക്റ്റ് അങ്ങനെ ആയിക്കോളണം, സത്യാവസ്ഥയെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്ന അനുമാനങ്ങളാണിത്. അതുപോലെ ഇറ്റ് മസ്റ്റ് ബി എ ഡിഫിക്കൽട്ട് എക്സാം, ഓൺലി 20% ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹാവ് പാസ്ഡ്. പക്ഷെ നേരത്തെ ഊഹം പോലെയല്ല ഇത്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് ശരിയായിക്കൊള്ളണം എന്നില്ല. ഊഹം ആവുമ്പോൾ അത് ശരിയായിക്കൊള്ളണം എന്നില്ല. പക്ഷെ അനുമാനങ്ങൾ ശരിയാണ് എന്നുള്ളതായിരിക്കും അതിൻ്റെ ഒരു വ്യത്യാസം. ഇറ്റ് മസ്റ്റ് ബി എ ഡിഫിക്കൽട്ട് എക്സാം, ഓൺലി 20% ഓഫ് ദ കാൻഡിഡേറ്റ്സ് ഹാവ് പാസ്ഡ്. അത് നല്ലൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാം ആയിരിക്കും. 20% കുട്ടികൾ മാത്രമാണ് പാസ്സായിട്ടുള്ളത്. അപ്പോൾ എന്താണ് 20% കുട്ടികൾ മാത്രം പാസ്സായിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ഡിഫിക്കൽട്ട് എക്സാമാണ്. പക്ഷേ എങ്കിൽ കൂടി അതൊരു അനുമാനമാണ്. പക്ഷേ ഈ അനുമാനം ബേസ്ഡ് ഓൺ ട്രൂ ഫാക്റ്റ് ആയിരിക്കും. ട്രൂ ആയിട്ടുള്ള ഫാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇനി സെമി മോഡൽ വെർബുകളാണ് നോക്കാൻ പോകുന്നത്. സെമി മോഡൽ വെർബുകൾ ഏതൊക്കെയാണ്? ഡെയർ, നീഡ്, ഓട്ട് ടു ആൻഡ് പിന്നെ യൂസ്ഡ് ടു. ഇതൊക്കെയാണ് സെമി മോഡൽ വെർബുകൾ. ഇതിന് സെമി മോഡൽ വെർബ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഗ്രാമാറ്റിക്കലി ലെക്സിക്കൽ വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് പോലെ തന്നെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സമയത്ത് ഗ്രാമാറ്റിക്കലി മോഡൽ വെർബുകളെ പോലെയും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ സെമി മോഡൽ വെർബുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെയിൻ വെർബായിട്ടും യൂസ് ചെയ്യാം, മോഡൽ വെർബ് പോലെയും യൂസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി മുമ്പത്തെ ഒരു പാഠത്തിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെമി മോഡൽ വെർബുകൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ യൂസേജ് എന്ന് നോക്കാം. വെൻ യൂസ്ഡ് ആസ് എ സെമി മോഡൽ ഇറ്റ് ഈസ് ഫോളോഡ് ബൈ ദ ഇൻഫിനിറ്റീവ് വിത്തൗട്ട് ടു. സാധാരണ സെമി മോഡൽ വെർബുകൾ നമ്മൾ ഒരു സെമി മോഡലായിട്ട് യൂസ് ചെയ്യുമ്പോൾ
അതായത് ലെക്സിക്കൽ വെർബ് ആവാതെ സെമി മോഡൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടു ഫോം ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഐ ഡയറിൻറ്റ് ബ്രിങ് ഹിം അഗെയിൻ. അതിൽ ഡയർ എന്നുള്ളതാണ് സെമി മോഡൽ വെർബ്. അപ്പോൾ ടു ഇൻഫിനിറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഡയർ ടു ഡയർ എന്നുള്ളതാണ് അതിൻ്റെ ടു ഇൻഫിനിറ്റീവ് ഫോം. പക്ഷേ അവിടെ ടു വന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നോർമൽ ഇൻഫിനിറ്റീവ് ഫോം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി ഡയർ നോട്ട് ആസ്ക് ഹിസ് ഫാദർ ടു ലെൻഡ് ഹിം മണി. അടുത്ത എക്സാമ്പിൾ ഐ ഡയർ നോട്ട് ടെൽ ഹെർ വാട്ട് ഹാസ് ഹാപ്പൻഡ്. അപ്പോൾ സെമി മോഡൽ വെർബുകൾ സെമി മോഡലായിട്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നോർമൽ ഇൻഫിനിറ്റീവ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇനി അതിൽ ഡയറിൻ്റെ യൂസേജുകളാണ് നോക്കുന്നത്. ഡയറിൻ്റെ ഫസ്റ്റ് യൂസേജ് എന്താണ്? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയർ യൂസ് ചെയ്യാറുണ്ട്. ഡയർ എന്നുള്ളതിൻ്റെ മീനിങ് നെഗറ്റീവാണ്. അപ്പോൾ അത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നോ വൺ ഡയേഴ്സ് ടു ഗോ ദർ. അവിടെ പോകാൻ ആരും ധൈര്യപ്പെടുന്നില്ല. അതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത് നോ വൺ ഡയർ ടു ഗോ ദർ ആണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സെൻറ്റൻസും രണ്ടാമത്തെ സെൻറ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഒരു ഓർഡിനറി വെർബായിട്ടാണ് ഫസ്റ്റ് സെൻറ്റൻസിൽ ഡയേഴ്സ് എന്നുള്ളത് വന്നതുകൊണ്ട് അതൊരു ഓർഡിനറി വെർബാണ്. പക്ഷേ രണ്ടാമത്തെ സെൻറ്റൻസിൽ വെറും ഡയർ എന്ന് മാത്രമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊരു സെമി മോഡൽ വെർബാണ്. ഇനി അടുത്ത ഡയറിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ഫോം ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ നോക്കാം. ഡസ് എനി വൺ ഡയർ ടു ഗോ ദർ. ഡയർ എനി വൺ ഗോ ദർ. അടുത്തത് ഈ ഇപ്പോൾ പറഞ്ഞ രണ്ട് എക്സാമ്പിളും അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത സെൻറ്റൻസോ നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഡസിൻറ്റ് ഹി ഡയർ ടു ഗോ ദർ, ഡയറിൻറ്റ് ഹി ഗോ ദർ. ഈ രണ്ട് സെൻറ്റൻസുകളും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിൽ അഫർമേറ്റീവ് ക്വസ്റ്റ്യൻസും നെഗറ്റീവ് ക്വസ്റ്റ്യൻസും ഫോം ചെയ്യാൻ ഡയർ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഡയറിൻ്റെ ഫൈനൽ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫീലിംഗ് ഓഫ് സ്ട്രോങ് ഡിസപ്രൂവൽ. നേരത്തെ പറഞ്ഞു ഡയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഫോമാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഡിസപ്രൂവൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയർ യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഹൗ ഡയർ ഷീ ക്രിട്ടിസൈസ് ഹെർ ടീച്ചർ, ഹൗ ഡയർ യു സജസ്റ്റ് ഷീ വാസ് എ ഫൂൾ. ഡയർ എന്നുള്ളതിൻ്റെ മീനിങ്, ഈ രണ്ട് സെൻറ്റൻസുകളുടെയും മീനിങ് അവൾക്ക് എങ്ങനെയാണ് അവളുടെ ടീച്ചറിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ട് ധൈര്യം വന്നത്. അടുത്ത സെൻറ്റൻസ് എനിക്ക് എങ്ങനെ അവളൊരു വിഡ്ഢിയാണെന്ന് പറയാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ എങ്ങനെ ധൈര്യം വന്നു. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസുകളും സ്ട്രോങ് ആയിട്ടുള്ള ഡിസപ്രൂവലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡാണ്. നീഡ് സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നീഡ് ആസ് എ സെമി മോഡൽ വെർബ് കോമൺലി ഒക്കേഴ്സ് ഇൻ ദ നെഗറ്റീവ് ഡിക്ലറേറ്റീവ് ടു ഇൻഡിക്കേറ്റ് ആബ്സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ ഓർ നെസസിറ്റി ടു ഡു സംതിങ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ആബ്സെൻസ് കാണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്യേണ്ടതായിരുന്നു എന്ന് കാണിക്കാനോ നമ്മൾ നീഡ് എന്നുള്ള സെമി മോഡൽ വെർബ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അതൊരു നെഗറ്റീവ് ഡിക്ലറേറ്റീവ് ഫോമിലായിരിക്കും. അതായത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിട്ടായിരിക്കും അത് വരിക. ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, പക്ഷെ ആ കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, അതിൻ്റെ ആബ്സെൻസ് അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ ഷീ നീഡിൻ ടേക്ക് ദ ബുക്സ് ഇഫ് ഷീ ഡസിൻ വാണ്ട് ടു. ആ ഒരു പുസ്തകങ്ങൾ അവൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അവൾ അത് എടുക്കേണ്ട, പക്ഷെ അത് ഒരു കുട്ടി എടുക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ അവിടെ എന്താണ്, കുട്ടി ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ ആബ്സെൻസ് ഓഫ് ഒബ്ലിഗേഷൻ എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അവിടെ നീഡ് എന്ന് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സെൻറ്റൻസ് സ്റ്റുഡൻസ് നീഡ് നോട്ട് വിയർ യൂണിഫോംസ് ടു സ്കൂൾ ടുമോറോ. നാളെ സ്കൂളിലേക്ക് സ്റ്റുഡൻസ് യൂണിഫോം ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതും ആ ഒരു യൂണിഫോം ധരിക്കേണ്ടതിൻ്റെ നെസസിറ്റി, ആവശ്യകതനെയാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ആവശ്യകതനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ നീഡിൻ്റെ അവസാനത്തെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ് നോട്ട് ഹാവ് പ്ലസ് ഇ ഡി പാർട്ടിസിപ്പിൾ. അത് നീഡ് നോട്ട് ഹാവിൻ്റെ കൂടെ ഇ ഡി പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ടിസിപ്പിൾസ് പലതരത്തിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഇ ഡി പാർട്ടിസിപ്പിൾ ചേർക്കുമ്പോൾ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ യൂസ്ഡ് ടു റെഫർ ടു ഇവൻറ്റ്സ് വിച്ച് ഹാപ്പൻഡ് ബട്ട് വിച്ച് ദ സ്പീക്കർ കൺസിഡേഴ്സ് വെർ അൺനെസസറി. നടന്നു പോയിട്ടുള്ള ഒരു കാര്യമാണ്, പക്ഷെ ആ ഒരു കാര്യം വെറുതെ ചെയ്തു അല്ലെങ്കിൽ അനാവശ്യമായിരുന്നു എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീഡ് നോട്ട് ഹാവ് പ്ലസ് ഇ ഡി പാർട്ടിസിപ്പിൾ യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് നോക്കാം. ഐ നീഡിൻ ഹാവ് സെൻഡ് ഹെർ ടു സച്ച് എ ഫാർ അവേ പ്ലേസ്. അത്ര ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ അവളെ പറഞ്ഞയക്കേണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞയച്ച് കഴിഞ്ഞു, പക്ഷെ പറഞ്ഞയക്കേണ്ടിയിരുന്നില്ല എന്നുള്ളത് അയാൾ
വേണ്ട അൺനെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് ആ ഒരു സ്പീക്കർ ചിന്തിക്കുകയാണ്. അടുത്ത സെൻറ്റൻസ് അതുപോലെ, ഐ നീഡിൻ ഹാവ് ബ്രോട്ട് സോ മച്ച് ഫുഡ് വിത്ത് മീ, ഇത്ര തോനെ ഫുഡ് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുവരേണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം അങ്ങനെ തന്നെയാണ്, ചെയ്ത് കഴിഞ്ഞു പക്ഷെ അത് ചെയ്യേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന കാര്യം. അത്തരത്തിൽ ചെയ്തു പോയിട്ടുള്ളൊരു കാര്യം സ്പീക്കർ അൺനെസസറി ആയിട്ട് കണക്കാക്കുമ്പോൾ യൂസ് ചെയ്യുന്നതാണ് നീഡ് നോട്ട് ഹാവ് പ്ലസ് ED പാർട്ടിസിപ്പിൾ. ഇനി അടുത്തത് ought എന്നുള്ളതാണ്. ought-ൻ്റെ യൂസേജ്, ദ മീനിങ് ഓഫ് ought ഈസ് സിമിലർ ടു ദ മീനിങ് ഓഫ് ഷുഡ്. ought റെഫേഴ്സ് ടു ഐഡിയൽ ഓർ ഡിസൈഡ് സ്റ്റേറ്റ് ഓഫ് അഫെയർസ്. ought എന്നുള്ളതിൻ്റെ മീനിങ് ഷുഡ് എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഷുഡ് എന്നുള്ള മോഡൽ വേർബിൻ്റെ അതേ ഒരു സിമിലർ ആയിട്ടുള്ള മീനിങ് ആണ്. സാധാരണ ought എന്നുള്ളത് എന്തിനാണ് റെഫർ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഐഡിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസൈഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അങ്ങനെ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ought എന്നുള്ളത് യൂസ് ചെയ്യുക. അതിന് എക്സാമ്പിൾ നോക്കാം. ഐ റിയലി ought to go to the park and do some cycling. ശരിക്കും ഞാൻ പാർക്കിൽ പോയിട്ട് സൈക്ലിംഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതെന്താണ്, ഒരു ഡിസൈഡ് സ്റ്റേറ്റ് ആണ്. ഇനി അടുത്തത്, യു ought to invest more money for your child's education. നീ നിൻ്റെ ചൈൽഡിന് എഡ്യൂക്കേഷന് വേണ്ടി കുറച്ചുകൂടി പണം നിക്ഷേപിക്കണമായിരുന്നു. അപ്പോൾ അതൊരു ഐഡിയൽ സ്റ്റേറ്റ് ആണ്. കാരണം അത് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒരു എഡ്യൂക്കേഷൻ കിട്ടും എന്നുള്ള രീതിയിൽ ഐഡിയലായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അതൊരു ഡിസൈഡ് സ്റ്റേറ്റ് ആണ് എന്നും പറയാം. ഇനി അടുത്ത ought-ൻ്റെ യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ്ഡ് ടു സ്റ്റേറ്റ് വാട്ട് ഈസ് ലൈക്ലി ഓർ പ്രോപ്പബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിക്കാനായിട്ട് ചാൻസ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ought യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഇറ്റ് ought to take about 3 hours for them to reach here. അവരിവിടെ എത്തിച്ചേരാൻ 3 മണിക്കൂർ ഏകദേശം എടുക്കാറുണ്ട്. അപ്പോൾ അതെന്താണ്, എടുക്കുന്ന ഒരു പ്രോപ്പബിലിറ്റി, ടൈമിൻ്റെ പ്രോപ്പബിലിറ്റിയാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത യൂസേജ്, ഇൻ്ററോഗേറ്റീവ്സ് ഫോം ചെയ്യാൻ നമ്മൾ ought യൂസ് ചെയ്യാറുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ought we to inform the police about the burglary. ഒരു മോഷണത്തെക്കുറിച്ച് നമ്മൾ പോലീസിനോട് ഇൻഫോം ചെയ്യണോ? അതൊരു ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഇൻ്ററോഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാനും നമ്മൾ ought യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ought-ൻ്റെ നെഗറ്റീവ്. ought-ൻ്റെ നെഗറ്റീവ് ഫോം എന്താണ്? ought നോട്ട് എന്നുള്ളതാണ് അതിൻ്റെ നെഗറ്റീവ്. ought എന്നാണ് അത് വായിക്കുക. അത് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് വെച്ചാൽ ക്വസ്റ്റ്യൻ ടാഗിലാണ് യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ടാഗിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, കോമയുടെ മുന്നേ വരുന്ന ഭാഗം പോസിറ്റീവ് ആണെങ്കിൽ കോമയ്ക്ക് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ഇനി കോമയുടെ മുന്നേ വരുന്ന ഭാഗം നെഗറ്റീവ് ആണെങ്കിൽ കോമയ്ക്ക് ശേഷം വരുന്നത് പോസിറ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുമ്പോൾ നോട്ട് ഇല്ലാത്ത ഫോമും നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ടുള്ള ഫോമുമാണ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഈ ഒരു ought എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗ് എവിടെ ആയിരിക്കും വരുന്നുണ്ടാവുക? ഐ ought to hand this over to the police, oughtn't I. അപ്പോൾ അതവിടെ ought to എന്ന് വന്നതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ടാഗ് oughtn't I എന്ന് വന്നിട്ടുള്ളത്. ഇനി അടുത്ത സെൻറ്റൻസ്, ദിസ് പോർട്രേറ്റ് ought to be hung somewhere, oughtn't it. ഈ ഒരു പോർട്രേറ്റ് എവിടെയെങ്കിലും തൂക്കണമായിരുന്നു അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ought എന്നുള്ള പോസിറ്റീവ് ഫോമിൽ കോമയുടെ മുന്നേ വന്നതുകൊണ്ട് നമ്മൾ നെഗറ്റീവായിട്ട് ought എന്ന് എഴുതി. അപ്പോൾ ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ടാഗായിട്ട് നമ്മൾ ought യൂസ് ചെയ്യാറുണ്ട്. ഇനി ലാസ്റ്റ് വൺ യൂസ്ഡ് ടു ആണ്. യൂസ്ഡ് ടു എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചാൽ പാസ്റ്റ് ഹാബിച്വൽ ബിഹേവിയർ, അതായത് പാസ്റ്റിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ പാസ്റ്റിന് മുമ്പ് നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം പക്ഷെ ആ ഒരു കാര്യം ഇപ്പോൾ ട്രൂ അല്ല, വിച്ച് ആർ നോ ലോങ്ങർ ട്രൂ, അത്തരത്തിലുള്ള കാര്യങ്ങളെ വിശേഷിപ്പിക്കാനോ ആണ് നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യുക. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ, ഐ യൂസ്ഡ് ടു ഡാൻസ് വെൽ വെൻ ഐ വാസ് യങ്. അതെന്താണ്? സ്റ്റേറ്റ് ഓഫ് അഫെയർ വിച്ച് ഇൻ ദ പാസ്റ്റ് വാസ് ട്രൂ ബട്ട് നോ ലോങ്ങർ ട്രൂ. അതൊരു പാസ്റ്റിൽ ട്രൂ ആയിരുന്ന ഒരു അഫെയറാണ് പക്ഷേ ഇപ്പോൾ ട്രൂ അല്ല. കാരണം ഐ യൂസ് ടു ഡാൻസ് വെൽ വെൻ ഐ വാസ് യങ് ആയിരുന്ന സമയത്ത് ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. ഇനി അടുത്ത സെൻറ്റൻസ്, ദർ യൂസ് ടു ബി ബ്യൂട്ടിഫുൾ മെഡോസ് ഇൻ അവർ കൺട്രി. അതൊരു പാസ്റ്റ് ഹാബിച്വൽ ബിഹേവിയർ ആണ് എന്നും പറയാൻ പറ്റും, ഡാൻസ് വെൽ വെൻ ഐ വാസ് യങ് എന്നുള്ളത്. ഇനി അടുത്തത്, ഞങ്ങളുടെ കൺട്രി സൈഡിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഡോ ഉണ്ടായിരുന്നു. അത് പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അഫ്കോഴ്സ് ഇപ്പോൾ ഇല്ല എന്നാണ് അർത്ഥം. പാസ്റ്റിലത്തെ കാര്യം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഇതും അങ്ങനത്തെ ഉള്ള ഒരു അഫെയറാണ്. അപ്പോൾ ഇങ്ങനെ പാസ്റ്റിൽ നടന്നിട്ടുള്ള പാസ്റ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാബിച്വൽ ബിഹേവിയറോ അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം ഇപ്പോഴില്ലാത്ത രീതിയിലുള്ള ഒരു കാര്യം അത് വിശേഷിപ്പിക്കാനും നമ്മൾ യൂസ്ഡ് ടു യൂസ് ചെയ്യാറുണ്ട്. ഇനി അടുത്തത്
ക്വസ്റ്റ്യൻ ടാഗിൽ വരുന്ന യൂസ്ഡ് ടു ആണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ വെൻ എ ടാഗ് ഫോളോസ് എ ക്ലോസ് വിത്ത് യൂസ്ഡ് ടു ഇറ്റ് ഈസ് നോർമലി മെയ്ഡ് വിത്ത് ഓക്സിലറി ഡിഡ്. യൂസ്ഡ് ടു എന്നുള്ള ടാഗ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഒരു ടാഗ് ക്വസ്റ്റ്യൻ്റെ ക്ലോസ് യൂസ്ഡ് ടു എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻ ടാഗ് എപ്പോഴും ഡിഡ് വെച്ചിട്ടായിരിക്കും ഫോം ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും അത് ഓർത്ത് വെക്കുക. കാരണം യൂസ്ഡ് ടുയുടെ കൂടെ എപ്പോഴും ഡിഡ് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരിക. എക്സാമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ യു യൂസ്ഡ് ടു ഗോ ടു ഓഫീസ് ബൈ ബസ് ഡിഡിൻറ്റ് യു. ഈ ഒരു സെൻറ്റൻസ് യൂസ്ഡ് ടു ഗോ ടു ഓഫീസ് ബൈ ബസ്, നീ ഓഫീസിലേക്ക് ബസ് വഴിയല്ലേ പോയിരുന്നത് അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ യൂസ്ഡ് എന്നുള്ളതിൻ്റെ ഡിഡിൻറ്റ് എന്ന് വരാനുള്ള കാരണം എന്താണ്? യൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡ് പ്ലസ് യൂസ് ആണ് യൂസ്ഡ്. അതെല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഒരു വേർബ്, ആ ഒരു വെർബിൻ്റെ ഡൂയുടെ ഫോമാണ് ആ നോർമൽ വെർബ്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വാക്ക് എന്നുള്ളത് ഡു പ്ലസ് വാക്കാണ് വാക്ക്. ഇനി അതുപോലെ വാക്സ് എന്നുള്ളത് പറഞ്ഞാൽ ഡസ് പ്ലസ് വാക്കാണ് വാക്സ്. ഇനി അതുപോലെ വാക്കിഡ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഡ് പ്ലസ് വാക്കിഡാണ് വാക്കിഡ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമ്മളെ വേർബ് എന്താണ്? യൂസ്ഡ് ടു എന്നുള്ളതാണ് നമ്മളെ വേർഡ്. അപ്പോൾ ഈ ഒരു ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഡിഡ് പ്ലസ് യൂസ് എന്നല്ലേ വരിക. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് ഡിഡിൻറ്റ് യു എന്നുള്ളത് വന്നത്. അതുപോലെ ഈ സെൻറ്റൻസ് പോസിറ്റീവിലാണ് ഈ ഒരു ക്ലോസ് കിടക്കുന്നത്, അതുകൊണ്ടാണ് അപ്പുറത്ത് നെഗറ്റീവിൽ, കോമയുടെ അപ്പുറം നെഗറ്റീവ് വന്നത്. ഇനി അടുത്ത സെൻറ്റൻസും അതുപോലെ യൂസ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് യൂസ് ആണ്. അപ്പോൾ ഷീ യൂസ്ഡ് ടു കുക്ക് വെൽ എന്നുള്ളത് ഡിഡിൻറ്റ് ഷീ എന്നായിട്ട് മാറും. ആ ഒരു ഡിഡിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തെഴുതി, പിന്നെ അത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ നെഗറ്റീവ് ആക്കി. ഇങ്ങനെയാണ് യൂസ്ഡ് ടു എന്നുള്ളത് വരുന്നത്. അപ്പോൾ ഇനി കുറച്ച് എക്സസൈസുകളുണ്ട്. എക്സസൈസ് നിർബന്ധമായിട്ടും എല്ലാവരും ടെക്സ്റ്റിലെ എക്സസൈസ് ചെയ്ത് നോക്കുക. കാരണം ഇതിന് ഒരുപാട് എണ്ണത്തിന് സെയിം യൂസേജ് വരുന്നുണ്ട്. പോസിബിലിറ്റി പറയാനും പ്രോബബിലിറ്റി പറയാനും മിക്കവാറും എല്ലാ ടൈപ്പ് ഓഫ് മോഡൽ വെർബിനും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതായിരിക്കും നമ്മൾ യൂസ് ചെയ്യാമെന്ന് നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് നോക്കുക, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും എക്സസൈസ് ചെയ്ത് നോക്കുക. എക്സസൈസിൻ്റെ ആൻസർ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചെയ്ത് നോക്കിയതിന് ശേഷം നമ്മൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഈ ടെക്സ്റ്റിൽ എക്സസൈസ് എന്തായാലും നോക്കുക. പിന്നെ ഒരു ഗ്രാമർ ഇപ്പോൾ പുതിയ വന്ന സിലബസ് ആയതുകൊണ്ട് തന്നെ ഇതിന് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ മിക്കവാറും ടെക്സ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും എക്സാമിന് വരിക. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റിലെ എല്ലാ എക്സസൈസും ക്വസ്റ്റ്യൻസും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ചെയ്തു നോക്കാം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.